കർഷക പാർലമെന്റ് കൃഷി വകുപ്പ് പുതിയതായിട്ട് തുടങ്ങി വച്ചിരിക്കുന്നത് നല്ല ഒരു ഉദ്യമമാണ്. അത് ഭാവിയിലും തുടർന്ന് കൊണ്ടുപോവുകയും മന്ത്രി മുൻ മന്ത്രി രത്നാകരൻ സാറ് പറഞ്ഞ പോലെ ഇത് തുടർച്ചയായിട്ട് അടിത്തട്ടിൽ നിന്ന്, അതായത് ത്രിതല പഞ്ചായത്തുകളും കൃഷിഭവനുകളും ഇത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൃഷിക്കാരുടെ വികാരങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിലും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു നല്ല ഒരു പ്രോഗ്രാം തന്നെ. തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു ഈ ഗവൺമെൻറ് ഇങ്ങനൊരു പുതിയ കാര്യം വിഭാവനം ചെയ്തതിൽ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നും വന്നതാണ്. എൻ്റെ പേര് ടോമിച്ചൻസ് കറിയ, ഐക്യര കർഷകവേദി എന്ന സംഘടനയുടെ ആളാണ്. ഞാൻ ഇപ്പം കാസർഗോഡ് മന്ത്രിയുടെ പാർലമെൻറ്റ് പരിപാടിയായി വന്നതാണ്. നല്ല പരിപാടിയായിരുന്നു. കർഷക പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റി, അതിനൊക്കെ മറുപടിയും കിട്ടിയിട്ടുണ്ട്. നല്ല പരിപാടിയായിരുന്നു. എൻ്റെ പേര് വിനോദിനി. ഞാൻ ആലപ്പുഴ ജില്ല കായംകുളം മണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് എനിക്കായിരുന്നു. ഇന്നത്തെ പാർലമെൻറ്റ് മീറ്റിംഗ് ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് ഒരുപാട് പ്രചോദനമേകി. ഞങ്ങൾക്കിപ്പം ഒരുപാട് കർഷകരെ, കുട്ടികളെ അങ്ങനെ ഒരേ സ്കൂളുകളിൽ ചെന്ന് കൊണ്ടുവന്ന് കൃഷിയെ പഠിപ്പിക്കാനും ഒക്കെ പ്രോത്സാഹനമേകാമെന്ന് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയും ഇന്ന് അവിടെ വന്ന മറ്റു ഓഫീസർമാരും ഞങ്ങൾക്ക് വാക്ക് തന്നു. ഒരുപാട് എന്നുവെച്ചാൽ വന്ന എല്ലാവർക്കും ഇതുപോലൊരു മീറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രയോജനം ഒരുപാടുണ്ട്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് കരകയറും. ഒരുപാട് പേരെ ഞങ്ങൾ കൃഷിയിലോട്ട് കൊണ്ടുവരും. പിന്നെ മന്ത്രി തന്നെ ഞങ്ങൾക്ക് പ്രചോദനം. അദ്ദേഹം ഒരു കർഷകനാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം കൃഷി ഇത്രയും വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നേറ്റം കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ വഴികാട്ടി. അത് ഞങ്ങൾ എവിടെയും വിളിച്ചു പറയും. എനിക്ക് തന്നെ, ഞാൻ 12 വർഷം കൃഷി ചെയ്ത ഒരു വ്യക്തിയാണ്. 12 വർഷത്തിന് ശേഷമാണ് ഈ അവാർഡ് എനിക്ക് കിട്ടുന്നത്. അത് അദ്ദേഹമാണ് കാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് നടന്ന ഈ എക്സിബിഷനും എല്ലാ പരിപാടിയും കർഷകർക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനം ഏകിക്കൊണ്ട് ഞങ്ങൾ ഇനി മുന്നേറും. ഞങ്ങളുടെ മന്ത്രിയുടെ കൂടെ മുന്നോട്ട് പോകും. ഇനിയും ഞങ്ങൾക്ക് വീണ്ടും ഇദ്ദേഹം തന്നെ കൃഷി വകുപ്പ് മന്ത്രിയായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമസ്കാരം, എൻ്റെ പേര് ഷമീർ എന്നാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ എത്തി കർഷക പാർലമെൻറ്റിൽ ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കർഷക പാർലമെൻറ്റിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വ്യത്യസ്തങ്ങളായ പല മേഖലയിലുള്ള കൃഷിക്കാരെ കാണുവാനും അവരുടെ പ്രശ്നങ്ങൾ ഒരു കുടക്കയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിൽ ഒരു ഭാഗവാക്കാവാനും കഴിഞ്ഞത് വളരെ ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലത്തെ സോളനിലേക്ക് കുറച്ച് കർഷകരെ ആദ്യമായിട്ട് മഷ്റൂമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ അതിൽ പോകാൻ ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അപ്പോൾ അത് കണ്ട് അതേപോലുള്ളൊരു സെറ്റപ്പ് ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിൽ എൻ്റെ നാട്ടിൽ തില്ലങ്കേരിയിൽ തന്നെ വിശാലമായിട്ട് മഷ്റൂം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തില്ലങ്കേരി വില്ലേജ് മഷ്റൂം എന്ന ബ്രാൻഡ് നെയിമിലാണ് അത് ചെയ്യുന്നത്. ഇതുപോലെയുള്ള പരിപാടികളിൽ നിന്നാണ് അതിന് വേണ്ടുന്ന ഓരോ ഊർജ്ജവും നമുക്ക് കിട്ടുന്നത്. അപ്പം വരും വർഷങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ നടത്തുമ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എങ്ങനെ കൃഷി അഗ്രികൾച്ചർ എന്നുള്ളതിന് അഗ്രി ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത് ഇതേപോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് നമുക്കതിനെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും കർഷകർക്ക് എല്ലാവർക്കും സഹായമാവും. വരും വർഷങ്ങളിൽ ഇതേപോലെ തന്നെ പ്രോഗ്രാമുകൾ ഗംഭീരമായിട്ട് തന്നെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.